വിഷയങ്ങളിലും സാമൂഹിക പ്രക്ഷോഭങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിന്റെ എല്ലാം ഇടയിൽ മുങ്ങിപ്പോകുന്ന ഒരു വിഷയമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങളുടേത്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടേത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു ആദിവാസി പ്രശ്നം ഉയർന്നു വന്നിരുന്നത്. വേണ്ടത്ര ജനപിന്തുണയോ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ടൊന്നും ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മറ്റ് പല വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പലരും കേട്ടിരിക്കാൻ പോലും ചാൻസ് ഇല്ലാത്ത ഒരു സാമൂഹിക പ്രശ്നം ഈ ആദിവാസി മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. നീതി നിഷേധത്തിന്റെയും അഴിമതിയുടെയും കറുത്ത കരങ്ങൾ പലപ്പോഴും ആദിവാസി ജനവിഭാഗങ്ങൾക്കുമേൽ പുരളുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഇതോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ചില സംഭവ വികാസങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സമൂഹം സാക്ഷ്യം വഹിച്ചത്. പൊതു ചർച്ചയിലേക്ക് ഇത് എത്രമാത്രം എത്തിയെന്നതിനെ കുറിച്ചുള്ള സംശയങ്ങളും അതിന്റെ ഒപ്പം തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. തൊടുപുഴയിലെ ആദിവാസി ഊരുകളിൽ വിതരണം ചെയ്ത ഉപയോഗശൂന്യമല്ലാത്ത ഭക്ഷ്യ കിറ്റ് കഴിഞ്ഞ ദിവസം ആദിവാസികൾ തിരികെ കൊണ്ടുപോയി കൊടുക്കേണ്ട ഗതികേട് ഉണ്ടായിരിക്കുകയാണ്. പൊതുജന ശ്രദ്ധയും അതേപോലെ തന്നെ മാധ്യമ ശ്രദ്ധയും ഒന്നും വേണ്ടതുപോലെ കിട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു പക്ഷെ സർക്കാരും ഇക്കാര്യത്തിൽ ഒരു നീക്കുപോക്ക് നടത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കുകയും ഉണ്ടാവില്ല. കേരളത്തിലെയും ഇന്ത്യയിലെയും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പ്രതിഷേധത്തിന്റെ അഗ്നി ആളിക്കത്തുന്ന പ്രശ്നങ്ങളിൽ മാത്രം ഒരു നീതി ലഭിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നതുപോലെ നിരന്തരമായി പ്രേക്ഷകരുടെയും ജനങ്ങളുടെയും ശ്രദ്ധ കിട്ടുന്ന വിഷയങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുകയാണ് നീതി എന്ന് ചിലപ്പോഴൊക്കെ പറയാതെ വയ്യ. വറുതിയുടെ കാലത്ത് ആദിവാസി ജനവിഭാഗങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജൂലൈ മാസത്തെ മഴക്കാലത്ത് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്നത്. അത് അവരുടെ ഏറ്റവും വലിയ അവകാശങ്ങളിൽ ഒന്നുമാണ്. എന്നാൽ ഇത്തവണത്തെ ജൂൺ മാസത്തിൽ കിറ്റ് കയ്യിൽ കിട്ടിയവർക്ക് അതൊരു ദുരിതമായി മാറുകയായിരുന്നുവെന്ന് പറയാതെ വയ്യ. കിറ്റ് ഉപയോഗിച്ച നിരവധി പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിലായത്. ഇത്രയും വലിയ ഒരു ഭക്ഷ്യവിഷബാധ എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടും അത് കഴിഞ്ഞ് 2 മാസമായിട്ടും ഒരു നടപടിയും നമ്മുടെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ഘടകങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് കുറച്ചധികം പ്രശ്നമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് ആളുകൾ ആശുപത്രിയിലാകുന്ന സാഹചര്യം ഈ ഭക്ഷ്യക്കിറ്റ് കൊണ്ട് ഉണ്ടായിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ഇതിൽ പ്രതിഷേധിച്ചാണ് ആദിവാസി നേതാക്കൾ തൊടുപുഴ ജില്ലയിലെ പട്ടിക വർഗ ഓഫീസിലെത്തി ഭക്ഷ്യവസ്തുക്കൾ സഞ്ചിയോടെ തിരിച്ചു കൊടുത്തത്. ഈ കിറ്റിലുണ്ടായിരുന്ന സാധനങ്ങൾ ഈ കിറ്റ് കൊടുത്ത ഓരോ ഓഫീസേഴ്സും സ്വന്തം വീടുകളിൽ ഉപയോഗിക്കാൻ മടിക്കുന്ന സാധനങ്ങളായിരുന്നു എന്ന് പറയാതെ വയ്യ. ഈ കിറ്റിലുണ്ടായിരുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള മോശം സാധനങ്ങൾ തന്നെയായിരുന്നു. ഇതാണ് പൊതിഞ്ഞു കെട്ടി ആദിവാസികൾക്ക് ഒരു കിറ്റെന്നോ അല്ലെങ്കിൽ വലിയൊരു സഹായം എന്നുള്ള രീതിയിലെല്ലാം കൊണ്ടുപോയി കൊടുത്തത്. ഇത് എന്താണെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആദിവാസി ഊരുകളിൽ വർഷത്തിൽ 3 തവണയാണ് മഴക്കാല ഭക്ഷ്യസഹായ പദ്ധതി പ്രകാരം ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ കിറ്റുകളായി വിതരണം ചെയ്യുന്നത്. ആ സമയത്ത് പട്ടിണി അല്ലെങ്കിൽ ഭക്ഷ്യലഭ്യത കുറയുന്ന ഒരു അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഈ മേഖലകളിലുള്ള കുട്ടികളുടെ അനീമിയ അല്ലെങ്കിൽ മറ്റു ജനങ്ങളുടെ എല്ലാം പോഷക ആഹാരക്കുറവിനെ നിയന്ത്രിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള കിറ്റ് സംഭാവന ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ മാസം ജൂണിനാണ് തൊടുപുഴ താലൂക്കിലെ വെണ്ണിയാനി, മൂലക്കാട്, പൂപ്പച്ച, കരിപ്പലങ്ങാട് തുടങ്ങിയിട്ടുള്ള ആദിവാസി ഊരുകളിൽ നിലവിലുള്ള മഴക്കാല ഭക്ഷ്യ സഹായ പദ്ധതി പ്രകാരം പട്ടികവർഗ വികസന വകുപ്പ് ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ഈ ഭക്ഷ്യ കിറ്റിൽ ഉണ്ടായിരുന്നതിൽ ഒരു അത്യാവശ്യ വസ്തുവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എണ്ണയായിരുന്നു. എന്നാൽ ഈ എണ്ണ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച ആളുകൾ ആശുപത്രിയിലാവുകയായിരുന്നു. 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞുൾപ്പെടെ 60ഓളം പേർക്കാണ് ഈ എണ്ണയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത്. എന്നാൽ ഈ ഉണ്ടായിരുന്ന എണ്ണ, അതായത് ഈ കിറ്റിൽ ഉണ്ടായിരുന്ന എണ്ണ 2018 തന്നെ ഭക്ഷ്യവകുപ്പ് നിരോധിച്ചിട്ടുണ്ടായിരുന്ന കേരസുഗന്ധി, കേശശക്തി എന്നൊക്കെ പേരുള്ള വെളിച്ചെണ്ണകളായിരുന്നു. അതായത് 2018 നിരോധിക്കപ്പെട്ട ഒരു ഭക്ഷണ സാധനമാണ് ഈ കിറ്റിൽ ഉണ്ടായിരുന്നത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ എണ്ണ ഗുണനിലവാരം ഇല്ലാത്തതാണെന്നുള്ള റിപ്പോർട്ടും ഉണ്ടായിരുന്നു. കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണമാണ് ഇത്തരത്തിൽ മോശമായി കൊടുത്തതെന്ന് ഓർക്കണം. എണ്ണ മാത്രമായിരുന്നില്ല ഇത്തരത്തിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനം കിറ്റിലുണ്ടായിരുന്നത്. ചെറുപയറും കടലയും എല്ലാം ഇത്തരത്തിൽ ഗുണനിലവാരം ഇല്ലാത്തത് തന്നെയായിരുന്നു ഈ കിറ്റിലെ കടല തിന്ന മൃഗങ്ങൾ പോലും ചത്തുപോയെന്നാണ് ഈ വിഷയത്തിൽ പ്രതിഷേധം ഉന്നയിക്കുന്നവർ പറയുന്നത്. മാത്രമല്ല വെറും 11 രൂപ മാത്രമുള്ള സോപ്പിന്റെ ലേബൽ മാറ്റി 25 രൂപയായിട്ടാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ആരെ ബോധിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള കപടതകൾ കാണിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിലെല്ലാം.
ഇത്തരത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ കിറ്റിൽ തന്നെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു അഴിമതി കണ്ടെത്തിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി, പട്ടികവർഗ മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് നേതാക്കൾ, അതായത് ഈ ആദിവാസി വിഭാഗത്തിന്റെ നേതാക്കൾ പരാതി നൽകിയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള കടുത്ത നീതി നിഷേധത്തെ തുടർന്നാണ് ആദിവാസി ഊരുമൂപ്പന്മാർ സമരത്തിനിറങ്ങേണ്ട ആവശ്യം വന്നത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധിക്കുകയായിരുന്നു ഇവർ. ഈ ഭക്ഷ്യവസ്തുക്കൾ ജില്ലാ പട്ടികവർഗ ഓഫീസിലെത്തി തിരികെ നൽകി. അങ്ങനെയാണ് ഇവർ പ്രതിഷേധിച്ചത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങളിൽ കൈയിട്ട് വാരുന്ന ഇത്രയും മോശമായിട്ടുള്ള ഒരു കിറ്റ് വിതരണം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക എന്ന ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു ഈ നേതാക്കളുടെ പ്രതിഷേധം ഉയർന്നത്. ആദിവാസി ഊരുകളിൽ ഈ അത്യാവശ്യ കിറ്റുകൾ IDDP വകുപ്പ്, അതേപോലെ ST ഫെഡറേഷൻ എന്നിവർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് നൽകുന്നത്. ഇവർ ഈ സ്വകാര്യ ഏജൻസികൾക്ക് കരാർ നൽകുകയാണ്. ഇവർ ഈ ട്രൈബൽ ഓഫീസർമാർ, ഊരുമൂപ്പന്മാർ എന്നിവ വഴി ആദിവാസി കുടുംബങ്ങളിൽ ഭക്ഷ്യ സാധനങ്ങൾ എത്തിച്ചാണ് ഈ ഒരു കിറ്റിന്റെ ഒരു രീതി വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഈ കിറ്റ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്നതിനൊക്കെ മുൻപ് ത്രിവേണി വഴിയായിരുന്നു ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തത്. ആ സ്ഥാനത്ത് സ്വകാര്യ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയാണ്. വേണ്ടത്ര അന്വേഷണമോ കാര്യസ്ഥതയോ ഒന്നുമില്ലാതെ ഇത്തരത്തിൽ കൊട്ടേഷൻ കൊടുക്കുന്ന പല കമ്പനികളും തട്ടിക്കൂട്ട് കമ്പനികളാണെന്ന് വളരെ വലിയ വിമർശനവും ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാർ ഉയർത്തുന്നുണ്ട്. ഒരു വർഷം തന്നെ ആദിവാസി വിഭാഗത്തിന്റെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും ഒക്കെ എന്ന പേരിൽ കേന്ദ്രവും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും ഒക്കെ ആയിട്ട് കോടിക്കണക്കിന് രൂപകളാണ് ചിലവഴിക്കുന്നത്. എന്നിട്ടും അവർക്കിടയിൽ ഇപ്പോഴും പോഷകാഹാരക്കുറവും ദാരിദ്ര്യവും പട്ടിണിയും പോഷകാഹാരക്കുറവും കൊണ്ടുണ്ടായിട്ടുള്ള അകാല മരണവും എല്ലാം വ്യാപകമാകുന്നത് കടുത്ത അഴിമതി ഒന്നുകൊണ്ട് തന്നെ എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളതെന്നാണ് ഞാനും ചിന്തിച്ചു പോകുന്നത്. ഈ ഉത്തരാധുനിക കാലഘട്ടത്തിലാണ് നമ്മുടെ ജനങ്ങൾ ഇത്തരത്തിൽ ഒരു കഷ്ടപ്പാടും ദാരിദ്ര്യവും അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കൂടുതൽ ആഴത്തിൽ പറയുകയാണെങ്കിൽ ആദിവാസി ക്ഷേമത്തിനും മറ്റുമായി നടത്തുന്ന പല പദ്ധതികളും അഴിമതിയിൽ മുങ്ങിയിട്ടുള്ളവയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ കഴിഞ്ഞ വർഷം പട്ടിക വർഗ ക്ഷേമ മന്ത്രിയായിരുന്നിട്ടുള്ള രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞത് നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും കോടികൾ ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പൂർണ്ണമായി ഫലം കാണുന്നില്ലെന്നാണ്. ഇത്തരത്തിൽ അഴിമതി നടത്തുകയാണെങ്കിൽ എത്തരത്തിലാണ് പൂർണ്ണമായിട്ടുള്ള ഫലം നേടിയെടുക്കാൻ സാധിക്കുക? പലപ്പോഴും അഴിമതിയിൽ മുങ്ങിയാണ് ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപകൾ ചിലവഴിക്കപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണവും വളരെയധികം കുറവാണ്. കേരളത്തിന് പുറത്തുള്ള പല സ്ഥലത്തും പട്ടിക വർഗക്ഷേമം ഇത്തരത്തിലുള്ളതാണെന്ന് കരുതി കേരളവും അങ്ങനെ ആവേണ്ടതിന്റെ ഒരു ആവശ്യകതയുമില്ല. ഇടുക്കിയിൽ ആദിവാസി വിഭാഗത്തിന് അർഹതപ്പെട്ട അവകാശത്തിൽ കൈയിട്ട് വാരിയത് ആരാണെങ്കിലും അവർ നിയമത്തിന് മുൻപിൽ വരിക തന്നെ വേണം. അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള അവകാശ ലംഘനങ്ങൾ ഉണ്ടാവുകയും മറ്റുള്ള ഇത്തരത്തിൽ അഴിമതിക്കാർക്ക് മുൻപിൽ ഒരു കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ജനത വീണ്ടും കൈകെട്ടി നിൽക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇത്തരത്തിൽ പാവപ്പെട്ട മനുഷ്യരുടെ പാത്രത്തിൽ കൈയിട്ട് വാരുന്ന പ്രവണതകളും അഴിമതികളും ഇല്ലാതെ ആക്കിയാൽ മാത്രമേ ഒരു സമത്വ സുന്ദരമായിട്ടുള്ള ഇന്ത്യയും ഭാരതവും ഒക്കെ നിലവിൽ വരൂ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിഷയം.